ഇപ്പം പറഞ്ഞൊരു ഇത് വെച്ചിട്ടില്ലേ, ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അക്രമ സ്ഥലം കേട്ടോ. ഇവർ ഈ ഡോറ് ക്ലോസ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല, പുറത്തുള്ള ആൾക്കാർക്ക് ഉള്ളിലേക്ക് വരാനും പറ്റില്ല. മൊത്തം കുത്തിക്കൊല്ലാവും. എനിമീസ് എന്തെങ്കിലും കൊല്ലുക ആക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വില്ലേജസ് യാതൊരു റെസ്പോൺസിബിലിറ്റിയും. Had hunted somebody, and then if his hair is long, you take off the hair. അല്ല ഒറിജിനൽ മൂടിയാന്ന് ഞാൻ പറയുന്നത്. This is the biggest muzzle loading gun in Northeast. You take off the finest skin. കൊലപാതകങ്ങളാണ് ഇതെല്ലാം ഇവർ ഹണ്ട് ചെയ്തിട്ട് കൊണ്ടുവച്ച സാധനങ്ങളും. ഗവൺമെന്റിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു പാർട്ടിക്കോ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാൻ ഇവർ സമ്മതിക്കും ചെയ്യില്ല. ഹണ്ട് ചെയ്തിട്ടുള്ള ഓരോ സാധനത്തിനും ഇവിടെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചു. ഇവർ പറഞ്ഞൊരു ഹിസ്റ്ററി കേട്ടിട്ടില്ല, ഒരു കഴിച്ച് ഫാനായിട്ട്. ഏഷ്യയിലത്തെ ഗ്രീനസ്റ്റ് വില്ലേജ് ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഈ വീട് ഇവിടുത്തെ എൻ്റെ അടിയിലൊരു വീട് ഉണ്ടോ. എൻ്റെ എല്ലാം ഫ്യൂച്ചറിലെ വീട് ഇങ്ങനത്തെ ആയിരിക്കും. ഞാൻ എൻ്റെ ബേബീൻ്റെ വീട് ഭയങ്കര സൈലൻസ് ആയിട്ട് ഇവിടെ, ഭയങ്കര അൾട്രാ പീസ് ആയിട്ടല്ലേ. ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ തന്നെ നമ്മളെല്ലാം ഇറങ്ങിയിട്ടുണ്ട്, ഹോസ്റ്റലിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെയുള്ള അടുത്തുള്ളൊരു വില്ലേജ് ഉണ്ട്, കൊനോമ വില്ലേജ് എന്ന് പറഞ്ഞു. ആ വില്ലേജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഗ്രൂപ്പായിട്ട് പോകുന്നു. ഞാനും എൻ്റെ ഹോസ്റ്റൽ ഫ്രണ്ട്സും. അപ്പോൾ നമ്മൾ 5 ആൾക്കാർ പോകണം. നമ്മളിത് രാവിലെ തന്നെ ഹോസ്റ്റലിൽ പുറത്തിറങ്ങി ഇവിടുന്ന് ഒരു ടാക്സിയെല്ലാം പിടിച്ചിട്ട് അങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ട് തിരിച്ചു വരണം. ആ ഒരു മൈൻഡിലാണ് ഉള്ളത്. ഇതാ നമ്മളെ ഹോസ്റ്റൽ വരണം കേട്ടോ. ആവോ ബാപ്റ്റിസ്റ്റ് പള്ളിയിൽ നിന്ന് നേരെ വരുന്ന LCS ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ തൊട്ട് ചേർന്നിട്ടുണ്ട് ബിൽഡിംഗ്. മെച്ചൂക്കി ബാക്ക് പാക്കേഴ്സ് നല്ല ഹോസ്റ്റൽ കേട്ടോ, ഒരു അടിപൊളി ബാക്ക് പാക്കിങ് ഹോസ്റ്റലാണ്. ആരും ഉണ്ടാവില്ല നമ്മൾ ഇടങ്ങാറാക്കാനൊന്നും. ഓണറിൻ്റെ കോമഡി, ഓണർ വരൂല ഇവിടെ. ഓണർ 2 ദിവസം കൂടുമ്പോൾ ഒരിക്കലും വന്നാലായി, അങ്ങനത്തെ ഒരു മൈൻഡുള്ള ഒരു ഓണറാണ്. അപ്പോൾ സെൽഫ് ചെക്കിനും കാര്യങ്ങളെല്ലാം ഇവിടെ ഉള്ളത്. അടിപൊളി ഹോസ്റ്റൽ, കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. നമുക്കൊരു ടാക്സി ഉണ്ട് ഇവിടെ. അപ്പുറമല്ല 800 പറയുന്നത്, ഇവിടെ 600 പറയുന്നത്. ചങ്ങായിട്ട് 600-ന് പോകുന്നുണ്ട്. വേറൊരു ചങ്ങായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ടാക്സിയിൽ ആരോ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ചങ്ങായി പറഞ്ഞു ടാക്സിന്റെ ആളെല്ലാം ഡയറക്റ്റ് ഉണ്ട് നമ്മളോട് ഗുൽമാലിന്റെ എടുക്കുന്നത്. कौन ज्यादा लेके जाओगे? पहला लेके जाएगा डीजल लोगे, उसके बाद में जो देखना है देख लीजिए, कितना? उसके बाद खुनामा लेके आएगा। उतना जितना टाइम लगाएगा 3,000। 3,500 चलो उसमें चला, हमसे बात किया ना पहले तो आप ले नहीं ले रहे थे। चलो इसमें जाएगा। इधर डाल दीजिए, हमको पता है। 3,500 1 ഉറുപ്പ്യ ഓർക്കൂല. നമ്മൾ ഭാഗ്യം ചെയ്ത് 2,500 ഉറുപ്പ്യക്ക് ആക്കിയാലും അവൻ പോകൂലെന്ന് പറഞ്ഞതാ. പോകാൻ പറ്റൂല, അവനിക്ക് ചെയ്യാൻ പറ്റൂല. അങ്ങനൊന്നും ആരും ചെയ്ത് കൊടുക്കില്ല. നമ്മൾ ഇപ്പുറത്ത് വേറൊരു വർക്കും ചെയ്തു തരും. അവൻ പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞ് 2,500. എന്നാൽ 2,500-ന് പോകാൻ വണ്ടിക്ക് വരുമ്പോൾ മറ്റേ അപ്പം ഞാൻ കൊണ്ടുപോകാം. ബാക്കിലൊക്കെ മടി. നമ്മളോട് പറഞ്ഞു ഞാൻ കൊണ്ടുപോകുന്നു. അങ്ങനെ നമുക്ക് ഇതാ വണ്ടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ പോകണം. 1 2 3 4 5. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതെടുക്കേണ്ട ആവശ്യമില്ല. നല്ല എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെല്ലെ ചുറ്റിപ്പക്കാന്ന്. ബട്ട് ടൈമൊന്ന് മാക്സിമം നമുക്ക് സേവ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തത്. നോക്കുമ്പോൾ ഇവരെ എല്ലാവരും കൊണ്ട് ഒരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് എല്ലാം കറങ്ങാലോ. ചങ്ങായാണെങ്കിൽ വൈകുന്നേരം വരെ എത്ര നേരം വേണമെങ്കിലും നിൽക്കാന്നുള്ളൊരു മൈൻഡിലാണ് ഉള്ളത്. ഫൈനലി നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. സുലൂക്കെ വില്ലേജിലാണ് നമ്മൾ. വില്ലേജിൻ്റെ പേരാണ് സുലൂക്കെ വില്ലേജ്. അപ്പോൾ ഇവിടെ കണ്ട കാഴ്ച ഉണ്ടോ, ഇതെല്ലാം സെൽഫ് പേയ്മെൻറ്റ് ഇവിടെ നടത്തുന്നത് എല്ലാ ആൾക്കാരും. ഇവിടെ കടയിൽ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഇതേപോലത്തെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടോ, ക്യാഷ് ബോക്സ്. അപ്പോൾ 5-ന് 100 ഉറുപ്പ്യ. അത് വേണമെങ്കിൽ അതെടുക്കുക, ഇതിൽ പൈസ ഇടാം. അതേപോലെ തന്നെ ഇതും. പിന്നെ ഇപ്പുറം പൂവുണ്ട്.
പൂവിന് 100 റുപ്യ. ഇത്ര ഈ പൂവിന് 100 റുപ്യ. അതേപോലെ തന്നെ ചെടിക്ക് 200, അവിടെ 400, അങ്ങനെ എങ്ങനെയാണെന്ന് ഇവിടുത്തെ കാഴ്ചകളുള്ളത്. കടകൾ ഏകദേശം ഇങ്ങനെ തന്നെ. ഇപ്പോൾ വേറൊരു ഷോപ്പുണ്ട്, അവിടെ അതേപോലെ തന്നെ മൊത്തം ഒച്ചപ്പാട് കുൽമാലൊന്നുമില്ല, സമാധാനവും ശാന്തിയുള്ളൊരു നാടായിട്ടത്. ഭയങ്കര സൈലൻസ് ആയിട്ട് ഇവിടെ, ഭയങ്കര അൾട്രാ പീസ് ആയിട്ടുള്ളത്. ഒരു എഴുന്നൂറ് ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്നാറ്റാ, അവിടെ നിന്ന് ഒരു സ്ട്രീമിൻ്റെ അല്ലെങ്കിൽ വാട്ടർഫോളിൻ്റെ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. വേറെ ഇവിടെ ഒച്ചപ്പാട് പരിപാടിയൊന്നും ഇല്ല, അത്രയും ശാന്തി ഏരിയ ആയിട്ടുള്ള ഇവിടെ. ഇതുണ്ട്, അങ്ങനെ വേറൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ? ഇതെല്ലാം ഇല്ല, ഹോം സ്റ്റേ ആണ് ഇത്. സംഭവം വരുന്ന ടൂറിസ്റ്റിന് താമസിക്കാൻ പറ്റിയ എന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഇതല്ല, ഫുൾ കാടാ, ചുറ്റും കാട്. മാത്രമല്ല ഒരൊറ്റ ഒച്ചപ്പാടോ കുലുമാലോ ഒരു സംഭവമില്ല. അത്രയും സമാധാനത്തിലുള്ളൊരു സ്ഥലം ഇത്. ഇതാണ്ട് ഇവിടെയുള്ള കാട് കണ്ടോ, ശരിയായ മറ്റേ ബ്രൊക്കോളി ഏറ്റവും പോലെ ഉണ്ട് ഫുള്ള്. അതിൻ്റെ ഉള്ളിൽ ആടെ കാട്ടിൻ്റെ ഉള്ളിൽ സ്റ്റേ ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് ഫാമിലി നെസ്റ്റ് എസ്കേപ്പ് എന്നുള്ള മറ്റേതല്ലോ സ്റ്റേയിലേക്കുള്ള വഴിയും കാണുന്നുണ്ട്. ഇവിടെയെല്ലാം സ്റ്റേ ചെയ്തതിനെല്ലാം രാത്രിയിലില്ല, അടിപൊളിയായിരിക്കും. എന്ന് വെച്ചെങ്കിൽ ഒറ്റ ഒച്ചപ്പാടോ ഒരു സംഭവമില്ല. കംപ്ലീറ്റ് ആ മറ്റേ സൈലൻസും പിന്നെ ഒരു സ്ട്രീമിൻ്റെ വാട്ടർഫോളിൻ്റെ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അതാ ഇവിടെ വന്ന മുതലേ കേൾക്കുന്നുള്ളൂ. പിന്നെ കിളികളുടെ സൗണ്ടും. ഇതിങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. നമുക്ക് തോന്നുന്നു ഇങ്ങ് എവിടെയെങ്കിലായിരിക്കും, ഉള്ളിലായിരിക്കും. അവിടെയെല്ലാം സ്റ്റേ എടുക്കണോ, എന്നാലാണ് കറക്റ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ കാടിൻ്റെ സൈലൻസും അതേപോലെ തന്നെ ആനിമൽസിൻ്റെയും കിളികളെയും സൗണ്ടല്ലോ. അടിപൊളി വൈബായിട്ട് ഇവിടെയുള്ള അട്ട ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ നമ്മളൊരു ചെക്കൻ അട്ട കടിച്ച്. ഇവിടെ കണ്ട് ഈ പശുക്കളെല്ലാം മേയാൻ വരുന്നത് അതിങ്ങനെ മുകളിലോട്ട് കയറിപ്പോ. അങ്ങനെ നമ്മളിവിടെ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. കൊനോമ വില്ലേജിലത്തെ ഒരു വ്യൂ പോയിന്റ് ഇത്. അപ്പോൾ അവിടെ നിന്ന് വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല വ്യൂ കിട്ടുന്ന ഇത് നോക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ വ്യൂ എല്ലാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇവിടുത്തെ സീൻ എന്താ വെച്ചെങ്കിൽ വ്യൂ എല്ലാം കൂടി മറ്റേ കോട മൂടിയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ കിട്ടൂല. മൊത്തം ഒരു വൈറ്റ് പെയിൻ്റ് അടിച്ച വരെയുണ്ട. ഞാൻ കാണിച്ചു തരാം, അതേ അവസ്ഥ തന്നെ ഇവിടെ. വ്യൂ കൈസേ വ്യൂ तो अच्छा है लेकिन थोड़ा फॉग था. ഇതാ അവസ്ഥ വ്യൂവിൻ്റെ. ഫുള്ള് കോട മൂടിയിട്ട് ഒരു ഇത് കിട്ടൂല. ഐശെങ്കിലൊക്കെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ക്ലിയർ ആവുമേ. വൃത്തിയുണ്ട് കേട്ടോ ഇവിടെ, മൊത്തത്തിൽ നല്ല വൃത്തിയുണ്ട്. അടിപൊളിയാണ്, സംഭവമില്ല അടിപൊളിയാണ്. ഇതാ പ്രശ്നം, കോട മൂടുന്ന പ്രശ്നം. അല്ലാണ്ട് ഇവിടെ നിന്നെല്ലാം നല്ല വ്യൂ കിട്ടേണ്ടതാണ്. പക്ഷേ ഈ കൊനോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിലത്തെ ഗ്രീനസ്റ്റ് വില്ലേജിനായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഈ വില്ലേജ് ഇവിടെ അതിൻ്റെ ആ വില്ലേജിൻ്റെ ഒരു വ്യൂ കിട്ടുന്ന ഒരു വ്യൂ പോയിൻ്റ് ഇത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ വില്ലേജിലേക്ക് പോകണം. ഇവിടെ എന്തോ ഒരു സംഭവമുണ്ട്, നാഗാ സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ കൊനോമ. ഇവിടെ വ്യൂ പോയിൻ്റ് ഉണ്ടാക്കി വെച്ച ടീമാറ്റാ. ഇത് എന്നിട്ട് വേറൊരു വ്യൂ പോയിൻ്റ്, ഇത് വേറെ വ്യൂ പോയിൻ്റ്. ഇവിടുന്ന് ക്ലിയർ ആയിട്ടോ, കുറച്ചും കൂടി ഇവിടുന്ന് കാണുന്നുണ്ട്. അയ്യോ അതാണ് കൊനോമ. മുകളിൽ നല്ല എല്ലാത്തിൻ്റെയും കിട്ടുക, പക്ഷെ മുകളിൽ ക്ലിയർ അല്ല. അങ്ങനെ നമ്മളിതാ കൊനോമ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് കൊനോമ വില്ലേജ് ഏറുന്നിടത്ത് തന്നെയുള്ള കാഴ്ച. ഹോം സ്റ്റേ ഉണ്ട്, പിന്നെ കുറേ ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ. പിന്നെ ഇതേപോലത്തെ ചെറിയ ഇത് ഇവിടുത്തെ ടൂറിസം കമ്മിറ്റി ഓഫീസ്. ഇവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് വേണം പോകാൻ. ഗൈഡെല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ ഇവിടുന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഒരു 50 റുപ്യ പെർ ഹെഡ് 50 റുപ്യ കൊടുത്ത് നമ്മളിവിടെ രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇവിടെ കറങ്ങണമെങ്കിൽ ഒരു ഗൈഡിന് നമ്മൾ എന്തായാലും ഹയർ ചെയ്യണം. അപ്പോൾ ഗൈഡിന് 500 റുപ്യയും രജിസ്ട്രേഷൻ ചാർജ് പെർ ഹെഡ് 50 റുപ്യ. അതായത് ടോട്ടൽ 550 റുപ്യയാണ് ഒറ്റയ്ക്ക് ഒരു ഗൈഡിന് എടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ 5 ആളുള്ളതുകൊണ്ട് ടോട്ടൽ 500 പിന്നെ 50 വെച്ചിട്ട് ടോട്ടൽ 750 റുപ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഗൈഡ് വരും. ഈ ഗൈഡ് ഇങ്ങനെ സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരും. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യം. ഗൈഡിനെ മസ്റ്റായിട്ട് ഹയർ ചെയ്യണമെന്ന് പറഞ്ഞത്. നമ്മളിന്നൊരു ഗൈഡിനെ എടുത്തിട്ട് ഇങ്ങനെ കറങ്ങാമെന്ന് വിചാരിച്ചു മൊത്തത്തിൽ. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇതൊരു കഫേ ഉണ്ട്, പിന്നെ ഹോം സ്റ്റേസ് ഉണ്ട്, കുറേ സംഭവങ്ങളുണ്ട്. പീസായിട്ട് മൊത്തത്തിൽ ഒരു ഒച്ചപ്പാടൊന്നുമില്ല. അത് നമ്മളെ ഗൈഡ് നെയിം വിച്ചിയാണ് നമ്മളെ ഗൈഡ്. ഇവിടെ വിച്ചിനൊപ്പമാണ് നമ്മളിവിടെ മുഴുവൻ കറങ്ങാൻ വേണ്ടി പോകുന്നത്. വിച്ചി കാണിച്ചിരുന്ന കാഴ്ചകളാണ് നമ്മളിനി കാണാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്.
നമ്മളെ വില്ലേജ് നടത്തം, വില്ലേജ് വാക്ക്. ഇവിടുന്ന് ഒരു 200 സ്റ്റെപ്പ് ഉണ്ട് ഇതുപോലത്തെ കയറാൻ. Traditional gate. In our dialect, we call it as karu, that translates to traditional gate. So, as you can see, it's made of rock, but during the times it wasn't made with rock. It was made with a piece of wood. Like we would cut off the tree, and then it would be a big tree lock, and then that gate could be open and closed. So, ഇതാണ് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഡോറ്. ഇവിടെ ഈ ഡോർ എന്ന് വെച്ചെങ്കിൽ ഇവിടുത്തെ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പോൾ ഇവർ ഈ ഡോറ് ക്ലോസ് ചെയ്യും. ഈ ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പുറത്തുള്ള എനിമീസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഡോറ് ക്ലോസ് ചെയ്യുന്നത്. ഇവർ ഈ ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല, പുറത്തുള്ള ആൾക്കാർക്ക് ഉള്ളിലേക്ക് വരാനും പറ്റില്ല. അഥവാ ആരെങ്കിലും പുറത്തേക്ക് പോയില്ലെങ്കിൽ എനിമീസ് എന്തെങ്കിലും കൊല്ലുക ആക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വില്ലേജസ് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല. ഇവരൊരു ടൈപ്പ് ഓഫ് പ്രൊട്ടക്ഷൻ ആവില്ല. ഇവിടെയുണ്ട് സെൽഫ് പേയ്മെൻറ്റിൻ്റെ ഷോപ്പുകൾ. ഇതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതേപോലെ തീറ്റയ്ക്ക് കിട്ടായി. അപ്പോൾ ഇവൻ പറയുന്നതെന്ന് വെച്ചെങ്കിൽ ഇതും ഒരു ട്രസ്റ്റിൻ്റെ പുറത്ത് തന്നെ ഓപ്പൺ ചെയ്തു ഇങ്ങനെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ വരുന്ന ആൾക്കാർക്കും പോകുന്ന ആൾക്കാർ ഇപ്പം പുതുതായിട്ട് നിർമ്മിച്ചവരും ലോക്ക് ഇടല്, പണ്ടൊന്നും ലോക്ക് പോലും ഇടലില്ല. അപ്പോൾ എല്ലാ ആൾക്കാരും ഇതേപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോക്കുന്നത്. ഇവിടെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇവർ മൊത്തം ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ എല്ലാ മാസത്തിലും 2ാം ശനിയാഴ്ച ഇവിടെ സ്റ്റുഡൻസിൻ്റെ ഒരു സ്റ്റുഡൻസ് ഗ്രൂപ്പ് ഉണ്ടാവും, കൊനോമ സ്റ്റുഡൻസ് ഗ്രൂപ്പിലെ. അപ്പോൾ അവരെല്ലാവരും വന്നിട്ട് ഗ്രൂപ്പാക്കി വെച്ചിട്ട് ഇവിടെ മൊത്തം ക്ലീൻ ചെയ്യും. എല്ലാ മൂലക്കും ഇവരെന്താക്കും ഓരോ ബാസ്ക്കറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം കൊണ്ടാവും ഇവിടെ ഇത്ര ക്ലീൻ ആയിട്ട് വെക്കാനുള്ള കാരണം. അതായത് ഇവിടുത്തെ ഒരു വീട്, ഇത് വീട്ടിൻ്റെ മുമ്പിലത്തെ കാഴ്ചകൾ ഈ കാണുന്നത്. ഇവർ ഹണ്ട് ചെയ്തിട്ടുള്ള ഓരോ സാധനത്തിൻ്റെ സംഭവങ്ങളും ഇവിടെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് വീട്ടിൻ്റെ മുമ്പിൽ തന്നെ. പൊതുവേ ഇവിടെ ഹണ്ടിങ് ആണ് ഇവരെ മെയിൻ പരിപാടി. അപ്പോൾ ഇങ്ങനെ ഓരോ സാധനങ്ങളും ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് വീട്ടിൻ്റെ മുമ്പിൽ. ഇത് കിട്ടിയവരാ, അവാർഡ് കിട്ടിയവരാ. ഇവരെ നാഗാലാൻഡിൽ പൊതുവേ ഹണ്ടിങ് എല്ലാ സ്ഥലത്തും നടക്കുന്ന. ഇപ്പം നിലവിൽ ഹണ്ടിങ് ബാൻഡ് അവർ, പണ്ടൊക്കെ ഇങ്ങനെ തന്നെ. ഇവിടുത്തെ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ മൊത്തം ഡിഫറെൻറ്റ്, പുറത്തുള്ളതിനെക്കാട്ടി ഫുള്ള് ഡിഫറെൻ്റ് ആയിട്ടില്ല. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊനോമയിൽ യാതൊരുവിധ ഗവൺമെൻറ്റിനും ഒരു റോളും ഇല്ല. ഇത് ഇവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു സംഭവത്തിൽ ഇങ്ങനെ റൂൾ ചെയ്തിട്ട് പോകുന്നത്. അത് മാത്രമല്ല ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു പാർട്ടിക്കോ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാൻ ഇവർ സമ്മതിക്കുകയും ചെയ്യില്ല. ഇവരെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ മുകളിലാണ് ഇങ്ങനെ പോകുന്നത്. എന്നാന്ന് വെച്ചെങ്കിൽ ഇവർ ഈ ചെയ്യുന്ന അഗ്രികൾച്ചർ പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സെയിൽ ചെയ്യാനോ അങ്ങനെ ഇതാക്കാനോ അല്ല, ഇത് ഇവർക്ക് ഉള്ള യൂസിന് മാത്രം വേണ്ടിയിട്ടാണ് ഇവരിപ്പോൾ കൃഷി ചെയ്യുന്നത്. ഇതാണ് ഇവരെ കൃഷിയും പരിപാടികളും ഇവിടുത്തെ. കണ്ടില്ല, ഇതെല്ലാം ഇവർ കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇവർക്ക് ഉള്ള സെൽഫ് യൂസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ കൃഷി ചെയ്യുന്നത്. ഇവിടെ ഇതാണ്ട ഡീപ് ജംഗിള മുഴുവൻ അങ്ങത്തോളം. അതിൻ്റെ ഇടയിലൊരു വീട് ഉണ്ടോ, ഇവിടെ താമസിക്കുന്നത്. അത്രയും പ്രൈവസി ഇഷ്ടപ്പെടുന്ന ആളായിരിക്കില്ല ഇവിടെ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ. എൻ്റെ എല്ലാം ഫ്യൂച്ചറിലെ വീട് ഇങ്ങനത്തെ ആയിരിക്കും. ഞാൻ എൻ്റെ ബേബീൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു സ്ഥലത്തായിരിക്കും വീടെല്ലാം വെച്ചിട്ട് എൻ്റെ ജീവിതകാലം മുഴുവൻ ജീവിച്ചു തീർക്കാൻ. സീനായിരിക്കും അത്. ഇപ്പം പറഞ്ഞൊരിത് വെച്ചിട്ടില്ലേ, ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അക്രമ സ്ഥലം കേട്ടോ. ഫുൾ യുദ്ധങ്ങളും കൊലപാതകങ്ങളും പരിപാടികളും ഇവിടെ മൊത്തം നടന്നിട്ടില്ല മുമ്പ്. അപ്പം അതിനും ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ മൊത്തം നടക്കുന്നത്. ഇതെല്ലാം ഇവർ ഹണ്ട് ചെയ്തിട്ട് കൊണ്ടുവച്ച സാധനങ്ങൾ, തലകൾ. ശരിയായ ഒരു ക്രിമിനൽ എന്തെന്ന് പറയാ, ശരിയായ ഒരു ഡാർക്ക് സ്ഥലത്താട്ടോ നമ്മൾ വന്നേ. ഇതേണ്ട ഇതെന്താ സംഭവം അറിയുമോ, ഇതിനെ കൊണ്ടാണ് ഇവർ ഹണ്ട് ചെയ്യുക കാട്ടിപ്പോയിട്ട്. ഇതിനെ കൊണ്ട് കുത്തി കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരിക്കുമ്പോൾ എല്ലാ സാധനവും ഇങ്ങ് പുറത്തേക്ക് വരും. അപ്പം അങ്ങനെ ഇവർ ഹണ്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് കൂട്ടി കൊണ്ടുപോകണം. The spear, the hairs that you see is actually human hair. So hair of both the female, not the female that they have had hunted, but during those times when young males they go for war and after they come back, we have in our dialect we call polyphemia. So it's like in today's context it's like girlfriends or girlfriends, like girls that likes you. So they would cut a portion of the hair and they would give it to you as a gift. And also when you go to war and you say you had hunted somebody, and then if his hair is long, you take off the hair and then you decorate your spear like this.
ഇതെല്ലാം ഒറിജിനൽ മുടിയാന്ന് ഞാൻ പറയുന്നത്. The pig here or animals here to decorate it like this. ഇതിനെ കൊണ്ടാണ് ഇവർ ഹണ്ട് ചെയ്യുക ഇവിടെ മൃഗങ്ങളെ. ഇത് കണ്ട് ഈ സാധനം ഏറ്റവും ലക്കി ആയിട്ടുള്ള സാധനമല്ലോ. ഇത് ഹാൻഡ് മെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു സാധനത്തോണ്ട് ഉണ്ടാക്കിയത്. ഇത് കിട്ടുന്ന ഭാഗ്യവാനാന്ന് പറഞ്ഞത്. മംഗളത്തിന് സ്ത്രീധനായിട്ട് കൊടുക്കുന്ന ഈ സംഭവങ്ങൾ. So this in particular, it's a very rare piece. Rare piece. Yes, because if you look closely, this is like hand woven with cane. It's very fine. You would take off the finest cane and then you would weave it. So this, it's not like not everybody could have this. It's like. എന്തെല്ലാം സംഭവങ്ങൾ ഇവിടെ നടക്കുന്നത്. ശരിയായൊരു ഇവര് പറഞ്ഞൊരു ഹിസ്റ്ററിയല്ലേ ഫുള്ള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് ഭയങ്കര ലെങ്തി ആയിപ്പോയി. കേട്ടിട്ടില്ല, കോരിത്തെരിച്ചു പോയി, ഫാനായിപ്പോയി. ഇവിടുത്തെ പൂവുകളുണ്ട്. ഇവിടുത്തെ പൂവുകളൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ഫുള്ളുണ്ട് ഇവിടെ എല്ലാം കുറേ സാധനങ്ങൾ കണ്ടില്ല. അങ്ങനത്തോളം ഇവരെല്ലാ സ്ഥലത്തും പൂക്കളെ നട്ട് വളർത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇത് ഇവർ ഹാൻഡ് വീവ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന്. ഇങ്ങനെ ഹാൻഡ് വീവ് ചെയ്തിട്ട് ഇവിടുത്തെ ഡ്രസ്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇവിടുത്തെ വില്ലേജസ്. ഇവിടെ ഇങ്ങനെ ഓരോ ഡ്രസ്സുകൾ ഇങ്ങനെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇതെല്ലാം പോലത്തെ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പിൽ വന്നിട്ടാണ് ഈ വില്ലേജിൻ്റെ ഉള്ളിൽ. ഇതിവരെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഷീൽഡ് ഒരു ഇതിനെ കൊണ്ടുണ്ടാക്കിയാലോ ആനൻ്റെ തൊലിനെ കൊണ്ടുണ്ടാക്കിയത്. അപ്പോൾ ഇതാണ് ഇവർ ഇതായിട്ട് ഉപയോഗിക്കുക, ഷീൽഡായിട്ട് ഉപയോഗിക്കുക യുദ്ധത്തിന്. ഇവിടുത്തെ ഒരു സ്പൂണ് കാണണം, സ്പൂണും ഫോർക്കും. ഇതിനെ കൊണ്ടല്ല ആരാ കോരി കുടിക്കാന്നുള്ള കാര്യം അറിയില്ല. So, it's for giants. So giants? I'm just playing. No. So, we have a traditional dish called modi. Not the Narendra modi, obviously. Modi, we use it the mithun meat. So it's a it's an Angami delicacy. So for cooking in huge pots, you can't be using the small spatulas. So we make big spoons to stir it, and at the same time to take it off, right? To take it, and then we dry it a little bit, the meat. So we make big plates to dry it. Plate. Festival वगैरह में. Yes, for festival. Yes. ഫെസ്റ്റിവലിന് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് Weddings, all of അങ്ങനത്തെ those. പരിപാടിയാണ്. ഇവര് ഷോർട്ട് പുട്ട് ചെയ്യുന്നില്ല. ഇത് ചെറിയ കുട്ടികളെ ഷോർട്ട് പുട്ട് വന്നിട്ട് ഇത് വലിയ ആൾക്കാരെ ഷോർട്ട് പുട്ട് വലുതുണ്ട. ആർക്കും പൊന്തുന്നില്ല. ഓൻ പറഞ്ഞ ഞാൻ ഇത് കൂളായിട്ട് പൊന്തിക്കോ. അങ്ങനെ പൊന്തിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ തള്ളുകണ്ടോ ഓനെ കൊണ്ട് ഷോർട്ട് പുട്ട് വരും. ഓന് ഇതാരോട് ഇളക്കുന്നു. നമ്മളോനെ കൊണ്ട് പൊന്തിപ്പിക്കാൻ നോക്കിയിട്ട് എനിക്ക് പൊന്തുന്നില്ല. അപ്പൊ ഞാനിന്റെ മുന്നിൽ പുട്ട് വരാൻ എടുത്തിട്ട് അറിയുന്ന പറഞ്ഞ തള്ളു നോക്കിയോ എന്നെ. നമ്മളെ ചെക്കൻ പൊന്തിക്കുവാ. ചെക്കൻ പൊന്തിച്ചിട്ടുണ്ടെങ്കിൽ സീനാവേ. വെസ്റ്റ് ബംഗാൾ ഇത് പൊന്തിക്കുവാ. അതും പറ്റുന്നില്ല. ഇത് വേറൊരു നേരത്തെ കണ്ട പോലത്തെ സാധനം കേട്ടോ. ഇങ്ങനത്തെ കുറെ സാധനം ഇവിടെ നിന്നാണ് ഇവർ പഠിപ്പിച്ചു കൊടുക്കുമല്ലോ എങ്ങനെയാ സ്പൂൺ ഉണ്ടാക്കാം, എങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കാം, എങ്ങനെ ഇതാക്കാന്നല്ല. This is a muzzle loading gun. Functional. Sorry? But muzzle loading gun. But this is the biggest muzzle loading gun in Northeast. It's still functional. ഓക്കെ, ഇതിപ്പം വർക്ക് ചെയ്യുന്ന നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിയ ഗണ്ണാവൂലോ ഇത്. How many men need to fight? No, a single person can't do it. So how do they use it? Is like you put two sticks like this. You place the gun. Then you shoot it. Like machine gun. Sniper. ये तो machine gun नहीं है. Shotgun है. हाँ, rifle जैसा shotgun है. ഷീൽഡ്. Yeah, shield. ഇത് കരടീന്റെ തൊലി കൊണ്ട് ഉണ്ടാക്കിയ ഇതാവൂലോ ഷീൽഡ് പോലും. എല്ലാം കുറച്ച് സീനാട്ടോ. These are the baskets that the female use. So these ones, you see, there's no like spacing. So it's usually used for carrying like rice from the paddies to the home. Okay. And these ones that you see, spacing, it's like it can be used for different purposes. You can use for carrying potatoes or anything. Yeah. Okay. No, not fishing. Not fishing. This is our raincoat. റെയിൻകോട്ട്. റെയിൻകോട്ട് ഉണ്ടോ ഇവരെ എല്ലാം പഴയ കാലത്തെ കാഴ്ചകള്. അങ്ങനെ ഇവിടുത്തെ ഇതാണ് ഈ വീട്. ഇവിടുത്തെ ഇവരിത് വളർത്തുന്നത് എന്തിനാ വെച്ചെങ്കിൽ പന്നിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോലും ഇത് വളർത്തുന്നു. അപ്പം അത് കൊടുത്തതിന് വേഗം ഉറങ്ങുകയും ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ അങ്ങനെ വളർത്തുന്നു. ഏകദേശം നമുക്ക് നമ്മളെ കയ്യിൽ പരിപാടി കഴിഞ്ഞു. ഇതാണ് ഇവൻ 500 രൂപ കൊടുത്തതിന് കഴിഞ്ഞാൽ ഇനി കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. ഇവർ പറഞ്ഞെന്ന്
ചരിത്രം വെച്ചിട്ട് നോക്കിക്കില്ല, ഇത് ശരിയായ കൊലയും കൊലപാതകവും കുത്തും കത്തിക്കുത്തും വെട്ടും പരിപാടികളിലുള്ളത്. പക്ഷേ പണ്ട് ഇവർ ഫുള്ള് യുദ്ധത്തിൻ്റെ സംഭവങ്ങളാണ്. മറ്റേ അങ്ങനെല്ലാം ആയതുകൊണ്ടാണ് ഇവർ ഇപ്പോൾ ഉള്ള ജനറേഷനാണ് ഇവർ ശരിക്കും ഈ ഒരു നാട് അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഇവർക്ക് പുറത്തുനിന്ന് ടൂറിസ്റ്റ് വരാനൊന്നും യാതൊരു താല്പര്യമില്ല. ഇവിടെ ഡ്രോൺ ഷോട്ട് അലൗഡല്ല. അതെന്താണെന്ന് വെച്ചെങ്കിൽ ഇവർക്ക് ചില ആൾക്കാർക്ക് ചില സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കാൻ ഇവർക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഗൈഡിനെ വെച്ചിട്ട് ഈ നാടിങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ഹിസ്റ്ററി പറഞ്ഞു തരാനാണെങ്കിലും ഗ്രീനസ്റ്റ് വില്ലേജ് ഇൻ ദി ഏഷ്യ എന്ന് പറഞ്ഞാൽ ഇത് അറിയപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉള്ള കാര്യം നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല ഇവിടെ. പിന്നെ ഇത് പറഞ്ഞെന്ന് വെച്ചിട്ടില്ല, മൊത്തം കുത്തിക്കൊല, സാധനങ്ങളെല്ലാം കാണിച്ചു തന്നിട്ടില്ലേ. ഫുള്ള് ഹണ്ടിങ്ങിന് പോക്കും ആൾക്കാരെ കൊല്ലലും എനിമീസ് യുദ്ധം അങ്ങനത്തെ പരിപാടികൾ ഇവിടെ മൊത്തത്തിൽ നടക്കുന്നത്. കുറച്ച് മുഷ്കിലാണ്. പക്ഷെങ്കിൽ ഇപ്പം എല്ലാം നോർമലായി. എന്നാലും തന്നെ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഇവിടെ വരിക സ്ഥലം കാണാൻ പോകാമെന്നല്ലാണ്ട് കൂടുതൽ ഇവിടുന്ന് തിരിഞ്ഞു കളിക്കാനോ അല്ലെങ്കിൽ ഇവരെ ഭരിക്കാനോ ഒന്നിനെങ്കിൽ ഇവരെ ആൾക്കാരുടെ തീരുമാനമാക്കുമെന്നാണ് പറഞ്ഞത്.